ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ. ആൻഡ് ഷോപ്പിംഗ് എന്ന് വീട്ടിൽ പറയുമ്പോൾ ആദ്യമേ അച്ഛൻ പറയുന്നത് മഹാലക്ഷ്മിയിലോട്ട് പോകാമെന്നാണ്. ഇപ്പോഴത്തെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടര വെഡിങ് ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. സോ ഞാൻ വിചാരിച്ചത് അമ്മയുടെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് പോയി അച്ഛനൊരു ഡ്രസ്സും അച്ഛൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് പോയി അമ്മയ്ക്കൊരു ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല. ആൻഡ് ദേ ആർ ഹാപ്പി. നമുക്ക് വേറെ എന്നാ വേണ്ടേ, അവർ ഹാപ്പിയാണ്. ആൻഡ് അവർ തന്നെ പോയി എടുക്കട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. സാധാരണ ടൈം എടുക്കുന്നൊരു പ്രോസസ്സ് ആയിരുന്നു ഇത്. ബട്ട് നമുക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മൾ ഈ സാധനം എടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി പീസി ആയിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ഓൾട്ടറേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അച്ഛനെ ഷർട്ട് എടുക്കാൻ വേണ്ടി മേളിലോട്ട് പോയി. ആൻഡ് കുറേ ഷർട്ട് നമ്മൾ കണ്ട് നമുക്കതെല്ലാം എടുത്തുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. ബട്ട് അമ്മയുടെ കളറുമായിട്ട് മാച്ചിങ് ആകുന്ന ഷർട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണിൽ പെട്ട്. സോ നമ്മളത് എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി. എന്താണെന്നറിയത്തില്ല, ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ് ഭയങ്കര ഈസി പീസി ആയിരുന്നു. ഞാനിട്ടത് ഡാൻസ്ലറിൻ്റെ ഏതോ കൂറ സാധനമാണ്. അതുകൊണ്ട് അമ്മയുടെ ഇട്ടത്, അതുകൊണ്ട് പടർന്നത്, അതുകൊണ്ട് ഡാസ്ലർ കൊള്ളത്തില്ല. പിന്നെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് താഴെ പോയി നിന്നു. ഓൾട്ടറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വരാൻ വേണ്ടി കുറേ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം കിട്ടി. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അമ്മയുടെ അനീതിയുടെ വീട്ടിലേക്ക്. ചുമ്മാ അവിടം വരെ വന്നതല്ലേ ഏതായാലും ഞാൻ നാട്ടിൽ, അപ്പോൾ അവിടം വരെ ഒന്ന് ചിറ്റമ്മനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് എനിക്കിങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ ഇവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നിട്ട് അമ്മ അച്ഛനെ ഇട്ടിട്ട് ഇതാക്കും, അച്ഛനും അമ്മേനെ ഇട്ടിട്ട് കളിയാക്കും. നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ചിറ്റമ്മസ് ഹൗസ്. ആൻഡ് ഇതാണ് എൻ്റെ കറണ്ട് ചാർജിനെ പേടിയില്ലാത്ത ചിറ്റമ്മ. ആൻഡ് ഈ കലാവിരുതുകളുടെയൊക്കെ ഉടമസ്ഥ ചിറ്റമ്മയുടെ മൂത്ത മോളായിട്ടുള്ള ഹാനിയാണ്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരിക്കും, എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അമ്മയും ചിറ്റമ്മയും ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ സംസാരിച്ച് പഴയ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഞാനും അത് കേട്ടോണ്ട് അവിടെ ഇരുന്നു. ദെൻ നമ്മൾ അവിടുന്ന് കഴിഞ്ഞ് കുറച്ച് നൈറ്റൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.